ശശി തരൂർ ചെറുതായി ഇടതുവശത്തേക്ക് ചാഞ്ഞു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വത്തെ ചെറുതായല്ല പിടിച്ചുലച്ചത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവുമായി ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിലെ കാരണങ്ങൾ പലതായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസമാണ് ശശി തരൂരിന്റെ ഇടതുപക്ഷ പ്രവേശനം ശരിയാണെന്ന നിലയിൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ ഒരു പ്രസ്താവന നടത്തിയത്. ഇടതുപക്ഷ ആശയങ്ങൾ സ്വീകരിക്കുന്ന ആർക്കും ഇടതുമുന്നണിയിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഒരു നീണ്ട ചുവന്ന പരവതാനി തന്നെയാണ് TP രാമകൃഷ്ണൻ ശശി തരൂർ MPക്ക് വേണ്ടി വിരിച്ചു നൽകിയത്. പക്ഷേ പ്രചരിക്കപ്പെട്ട വാർത്തകൾ വ്യാജമാണെന്ന് സൂചിപ്പിക്കുന്ന പരാമർശമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് K മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശശി തരൂരിനെ പോലെ അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ കയറില്ല എന്ന് സാമാന്യ ബോധ്യമുള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യമാണെന്നാണ് മുരളീധരൻ പരിഹസിച്ചത്. കപ്പിത്താൻ അടക്കം മുങ്ങാൻ പോകുന്ന കപ്പലിലേക്ക് ശശി തരൂർ കയറുമെന്നത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണെന്നും മുരളീധരൻ പറഞ്ഞു. മുങ്ങാൻ പോകുന്ന കപ്പലിൽ ശശി തരൂരിനെ പോലെ അന്താരാഷ്ട്ര തലത്തിൽ സ്വാധീനമുള്ളൊരു നേതാവ് കയറുന്നു എന്ന വാർത്ത വരുന്നുണ്ടെങ്കിൽ അത് ഏപ്രിൽ 1 മാത്രമേ പറയാൻ പറ്റൂ എന്നാണ് മുരളീധരൻ പരിഹസിച്ചത്. ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ ഏപ്രിൽ ഫുള്ളായി മാത്രം പരിഗണിക്കാൻ സാധിക്കൂ എന്നാണ് മുരളീധരന്റെ അഭിപ്രായം. കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടുള്ള തരൂരിന്റെ മുൻ നിലപാടുകളെ പരസ്യമായി വിമർശിച്ച നേതാക്കളിൽ ഒരാളായിരുന്നു മുരളീധരൻ. ശശി തരൂരിന്റെ മുന്നണി മാറ്റം അസംഭവ്യമായ കാരണമാണെന്നാണ് മുരളീധരന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വവുമായി ശശി തരൂരിന് അതൃപ്തി ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. പ്രത്യേകിച്ച് കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ തരൂരിന്റെ പേര് ഉൾപ്പെടുത്താഞ്ഞത് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും രാഹുൽ അറിയാതെ നടന്ന ആ വിഷയത്തിൽ രാഹുൽ തന്നെ തരൂരിനെ നേരിട്ട് വിളിച്ച് സംസാരിച്ച് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ പരിഹരിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. മുൻപ് പ്രിയങ്ക ഗാന്ധി നേരിട്ടിടപെട്ട് ഒരു ഓഫർ ശശി തരൂരിന് നൽകിയിരുന്നു. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ ക്യാബിനറ്റ് റാങ്കോടെ ഡൽഹിയിൽ ഒരു പദവിയാണ് പ്രിയങ്ക ഓഫർ ചെയ്തത്. രാഹുലിന്റെ ഭാഗത്ത് നിന്നുകൂടി ഇത്തരമൊരു നീക്കം ഉണ്ടാകുമ്പോൾ തരൂർ ഇടതുപാളയത്തിലേക്ക് ചേക്കേറില്ലെന്ന് ഇനി അടിവരയിട്ട് ഉറപ്പിക്കാം. മുരളീധരന്റെ വാക്കുകളിലേക്ക് പോകാം. ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹത്തിനെ പോലൊരു അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് ഒരു മുങ്ങുന്ന കപ്പലിൽ കയറുമെന്ന് സാമാന്യ ബോധമുള്ള ആരും വിശ്വസിക്കില്ല. ക്യാപ്റ്റൻ അടക്കം മുങ്ങാൻ പോകുന്നൊരു കപ്പലാണ്. ആ കപ്പലിൻ്റെ അകത്ത് ശശി തരൂരിനെ പോലെ അന്താരാഷ്ട്ര രംഗത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തി കയറുമെന്ന് പറഞ്ഞാൽ അത് ഏപ്രിൽ 1 മാത്രമേ പറയാനേ പറ്റൂ. അല്ല, കോൺഗ്രസ് പാർട്ടിയിൽ അസംതൃപ്തി അദ്ദേഹത്തിനുണ്ടാകാം. വിശേഷിച്ച് മഹാപഞ്ചായത്തിൻ്റെ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാത്തൊരു കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രയാസമുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധിയുടെ കുറ്റമല്ല. അദ്ദേഹത്തിന് എഴുതി കൊടുത്ത ആ ലിസ്റ്റാണ് അദ്ദേഹം വായിച്ചത്. അതല്ലാതെ ശ്രീ ശശി തരൂരിനെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ഒരിക്കലും രാഹുൽ ഗാന്ധി ശ്രമിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിനെ പോലത്തെ ഒരു നേതാവിന് ഇങ്ങനെ പ്രയാസമുണ്ടായത് തീർച്ചയായിട്ടും പാർട്ടി അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ നീക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് വല്ലാത്തൊരു വേദനിപ്പിക്കും. അപ്പോൾ ഞങ്ങൾക്കൊക്കെയാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ തന്നെ ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ ഞങ്ങളെയൊക്കെ ഒഴിവാക്കി. ഞങ്ങളൊന്നും പരാതി പറഞ്ഞില്ലല്ലോ. കാരണം പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് ഇതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളൊന്നും പ്രതികരിക്കാതെ. ഇപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായി നീങ്ങണം, ഇലക്ഷൻ ജയിക്കണം. ആ ലക്ഷ്യത്തിലാണ് പാർട്ടി പോകുന്നത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ശ്രീ ശശി തരൂർ ഞങ്ങളോടൊപ്പം ഉണ്ടാകും. പാർട്ടിയുടെ വിജയത്തിന് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ സേവനം അത്യാവശ്യമാണ്. ഈ ഡൽഹിയിൽ പോയ കാര്യത്തിൽ അങ്ങുൾപ്പെടെ ചില മുതിർന്ന നേതാക്കൾക്ക് ചെറിയ നീരസമുണ്ട്. ഇല്ല, ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ ഒരു ഇലക്ഷൻ ടൈമാണല്ലോ. അപ്പോൾ അതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയമല്ല.